പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം കണ്ടോ? കടൽത്തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റ് ശക്തിയോടെ വീശുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളയൊരു കാര്യം ഓർമ്മ വരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സംഭവം എഴുതിയിരിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് ഗലീലാക്കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഗലീലാക്കടൽ എന്നത് ഒരു വലിയ തടാകമാണ്. പക്ഷെ അത് കടലുപോലെ വലുതാണ്. ചിലപ്പോൾ കാറ്റ് വീശുമ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങും. കടലിലെ തിരകൾ പോലെ ഓളങ്ങൾ അടിക്കും. വലിയ കൊടുങ്കാറ്റ് വീശുമ്പോൾ ആപത്തുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ കടൽ എന്ന് പറയുന്നത്. ഈ കടലിൽ യേശു ശിഷ്യന്മാരോടൊത്ത് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. തിരകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. പടക് കടലിൽ മുങ്ങിപ്പോകുന്ന നിലയിലായി. ഇതുപോലെയൊരു വലിയ കാറ്റും തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യവും ഏർപ്പെട്ടു. എല്ലാം അവസാനിച്ചു എന്ന ആപത്തായ ഒരു അവസ്ഥ. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുന്നു. യേശു സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോൾ ധൃതിപ്പെട്ട് വിളിക്കുന്നു, തട്ടി വിളിക്കുന്നു. യേശു എഴുന്നേറ്റു. കടലെ ശാന്തമാകൂ എന്ന് ആജ്ഞാപിച്ചു. കടൽ ശാന്തമായി. കടലിനെ നോക്കി ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി. ആ ക്ഷോഭം നിലച്ചു. 39-ാം വാക്യത്തിൽ അത് വായിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. തിരകൾ ആഞ്ഞടിക്കുന്നു. നിങ്ങളെ തള്ളിയിടുന്നത് പോലെ. കുടുംബം മുങ്ങിപ്പോകുമോ? വ്യാപാരം മുങ്ങിപ്പോകുമോ? എന്റെ ഭാവി അവസാനിക്കുമോ? എന്റെ മക്കളുടെ ജീവിതം നശിച്ചു പോകുമോ? കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. വലിയ തിരകൾ ക്ഷോഭത്തോടെ ഉയരുന്നു. കർത്താവായ യേശു എഴുന്നേറ്റ് നിന്ന്, കാറ്റേ വീശരുതേ, ശാന്തമായിരിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്നോ? കാറ്റിനെ സൃഷ്ടിച്ച ദൈവമാണവൻ. ദൈവം കാറ്റിനെ ഭണ്ഡാരത്തിൽ അടച്ചുവെക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. കടലിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. അതുണ്ടാക്കിയത് ദൈവമായതുകൊണ്ട് ദൈവം പറഞ്ഞാൽ എല്ലാം അനുസരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നമോ പോരാട്ടമോ ആണെങ്കിലും യേശു എഴുന്നേറ്റു വരും. നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും യേശു കൂടെയുണ്ടല്ലേ? യേശുവോടൊത്ത് നടക്കുന്നില്ലേ? പിന്നെന്തിനു ഭയപ്പെടുന്നു? യേശു തിരിഞ്ഞു നോക്കി, വീശരുത്, ശാന്തമാകൂ എന്ന് പറഞ്ഞാൽ കാറ്റ് ശാന്തമാകും. കടൽ തിരകളെ നോക്കി മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ അത് ശാന്തമാകും. ഒരേയൊരു വാക്ക്, സാഹചര്യം മാറും. ഇന്ന് കർത്താവ് മാറ്റാൻ പോകുന്നു. നിങ്ങൾക്കെതിരായി ഉയരുന്ന കാറ്റിനെ അടക്കി, തിരമാലകളുടെ ക്ഷോഭത്തെ അടക്കി ശാന്തതയുണ്ടാക്കാൻ പോകുന്നു. അത് വിശ്വസിക്കുമോ? എങ്കിൽ കൈവച്ചു പറയൂ, യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരായി, കുടുംബത്തിനെതിരായി വരുന്ന കാറ്റിനെ ശാന്തമാക്കുന്ന യേശുവിന് സ്തോത്രം. തിരകളെ ശാന്തമാക്കുന്ന ദൈവത്തിന് സ്തോത്രം. കാറ്റും കടലും ശാന്തമായതുപോലെ എന്റെ ജീവിതത്തിൽ എതിരായി അടിക്കുന്ന ഈ കൊടുങ്കാറ്റും തിരമാലകളും ശാന്തമാകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ആ മാറ്റമുണ്ടാകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ